കാര്യമില്ലായിരുന്നു. വേസ്റ്റ് എന്തിനു പോയിന്ന് തോന്നി. ഹലോ ഗൈസ്, നമ്മൾ ഈ ഹെൽമെറ്റ് ഒക്കെ തൂക്കിയിട്ട് എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മളെ നത്തിങ്ങിന്റെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ. ഇത് എളുപ്പമാണ് കട്ടയൊന്നും വെച്ചതല്ല, ലൈനിൽ നിന്ന് മറ്റേ 99 രൂപ എയർപോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. കിട്ടണം നോക്കാൻ വേണ്ടി പോകണം. ഇഷാറ, നീ എന്തിനാ വന്ന ബ്രോ? നമ്മള് കാൽപ്പയ കൊണ്ട് മറ്റേ ലൈറ്റ് കത്തോന്ന് പറയിക്കാൻ കൊണ്ടല്ലേ കിഷാറെ? പറയിക്കാടാ, പറയിക്ക ആദ്യം കാണാതൊക്കെ അതേതൊക്കെ പറയിക്ക. ഇവിടെ ആണെങ്കിൽ ഒരു നല്ല ക്യൂ ഉണ്ട്, നല്ല കിട്ടിലും തിരക്കും കാര്യങ്ങളും. 99 രൂപയ്ക്ക് എയർപോർട്ട് ആയോണ്ട് നമ്മളതിനൊന്നും വന്നതല്ല, അല്ലേ കിഷോറെ? യാ, ഇത് അവിടെ പോയിട്ട് കാണാം. കിഷോർ ഒട്ടും തിരക്കില്ല എന്ന് പറഞ്ഞ് സന്തോഷിച്ചതാ. തിരക്ക് നോക്കിയ ഇതിൽ നിന്നാണ് എയർപോർട്ട് മേടിക്കാൻ വേണ്ടി ആൾക്കാർ വന്ന് നിൽക്കണേ. ശുഭം എത്ര മണിക്കോ അന്ന് നിൽക്കാൻ തുടങ്ങി എന്തോ അല്ലേ? ഇത്ര തന്നെ നമ്മളെ ഭാഗ്യത്തിന് ഇത്ര തന്നെയല്ലേ, ഇതിനപ്പുറം എന്തായാലും പോയിട്ടില്ല. അങ്ങനെ എന്ത് മതിമായെന്ന് അറിഞ്ഞൂടാ. പതുക്കെ പതുക്കെ മൂവായി നമ്മൾ ഷോറൂമിന്റെ സൈഡിൽ എത്തി. ബാക്ക് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. കിഷോറെ എക്സ്പെക്ടേഷൻ പറ. ബസ് കിട്ടുമെന്ന് ഇവിടെ ആർക്കും പ്രതീക്ഷയില്ല, പക്ഷെ അകത്ത് കയറിയാൽ മതി കിഷോറിന്. ഇല്ലേ കിഷോർ? കാൽപ്പയെ കാണാൻ പറ്റിയെങ്കിൽ സൂപ്പർ അല്ലേ? നമുക്ക് ടോക്കൺ കിട്ടി. ടോക്കനൊക്കെ തന്നിരിക്കുന്നത് 453, 54 ടോക്കൺ. എന്തിനാണ് ഈ ടോക്കൻ എന്ന് പറഞ്ഞിട്ടോ? ഇത് നിൽക്കുന്ന ചന്ത നിരക്ക്. നമ്മളെ ഫ്രണ്ട് 400 പേരുണ്ട് കിഷോറെ. ബാക്കിലാണെങ്കിൽ അതിനെ കണ്ട് ഇഷ്ടത്തിന് ആൾക്കാരുണ്ട്. തട്ടിങ്ങിനൊക്കെ നല്ല ബ്രാൻഡിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ആ ടോക്കന് 500 പേർക്ക് തന്നെ കൊടുത്തോ തോന്നണം വെച്ചാ ബാക്കിയുള്ളവരെ കാണാനോ. നമ്മളെ ബാക്കി വന്നവരൊന്നും കാണാനില്ല. നമ്മള് കറക്റ്റ് 454 നമ്മളെ ടോക്കൺ. എൻ്റെത് 454, കിഷോർ 53. അതുകൊണ്ട് 11 മണിക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പം നേരത്തെ 9 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു, ഇപ്പൊ 12 മണിക്ക് തന്നെ തുറക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 11 മണിക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു. നമ്മള് രാമേശ്വരം കഫേ പോകാനോ? നമ്മളെ വിശക്കണുണ്ട്. രാമേശ്വരം കഫേയിൽ കഴിക്കാൻ വേണ്ടി പോകണം. നോക്ക് ആംബിയൻസ് നോക്ക്. ഇതിൻ്റെ അകത്ത് കയറാൻ നമുക്ക് കൊടുത്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് രാമേശ്വരം കഫേ അവിടെയും എക്സ്പെൻസീവ്. 90 രൂപ ഇഡ്ഡലി. എങ്ങനെ കിഷോറെ? 90 രൂപ ഇഡ്ഡലി കഴിക്കാൻ എക്സൈറ്റഡ് ആണ്. ഒരുപാട് ഹൈപ്പ് ഉണ്ട്. അവൻ പൊടി ഇഡ്ഡലി കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടത്തിന് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കിഷോറിന് വേണ്ടി ഇന്ന് പൊടി ഇഡ്ഡലി കഴിക്കാൻ പോണു. കിഷോർ ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ട്? കൊളാ? പുറത്താണ് 95 രൂപയ്ക്ക്. അങ്ങനെ ചോദിച്ചാല് കുഴപ്പമില്ല. അങ്ങനെ ഞാനും കഴിച്ചിട്ടില്ല ഇത്. കിഷോറെ, ഇത് എങ്ങനെയുണ്ട്? ശർക്കര പൊങ്കൽ ചുമ്മാ പറ ബ്രോ. കുഴപ്പമില്ല. അത് എല്ലാം ഇവൻ ഒരു സിനിമയ്ക്ക് പോയ ആവറേജ്, അവിടെ കഴിക്കാൻ പോയ ആവറേജ്. ഹൈ ക്ലാസ് നിനക്ക് അങ്ങനെ എന്ത് കിട്ടും ബ്രോ? പിന്നെ റേറ്റിന് ഓർത്തല്ലാതെ എനിക്കും അറിയാം. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ആൾക്കാർ രാവിലെ ഓടും. വാക്കിങ്ങിന് പറഞ്ഞ ഓടിയിട്ട് ഇവിടെ വന്ന് വടയും. ഇപ്പോഴും ബാക്കിൽ ആൾക്കാരുണ്ട്. ശരി ഗൈസ്, നമ്മള് നേരെ ഇനി അങ്ങോട്ട് പോട്ട്. അങ്ങനെ ഞാനും കിഷോറും ഇവിടെ ട്വിറ്റർ പേജിൽ നമ്മളെ ഫോട്ടോ ഒക്കെ വന്നിരിക്കുന്നു. ഓണറിന് വേണ്ടിയിട്ട് ആട്ടോ കേട്ടോ. Everybody make some noise! പോയതുപോലെ തിരിച്ചു വന്ന ഒരു കാര്യമില്ലായിരുന്നു. വേസ്റ്റ് എന്തിനു പോയിന്ന് തോന്നി.
ആദ്യം 200 പേരെന്നൊക്കെ പറഞ്ഞു. 200 ആദ്യം 1000 പേർക്ക് ടോക്കൺ തന്നു, അകത്ത് കയറാൻ പറ്റും, മറ്റേ 99 രൂപയ്ക്ക് ഓഫറൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവസാനമായപ്പം അത് 200 പേർക്ക് ആക്കി. 200 പേർക്ക് ആക്കി. ബാക്കിയുള്ളവർ വൈകിട്ട് വന്ന് കാണാൻ പറഞ്ഞു. അത് 8 മണി തൊട്ട് 12 മണി ഇരുന്നിട്ട് വൈകിട്ട് വരാൻ വേണ്ടി പറഞ്ഞോട്ട് അങ്ങനെയൊക്കെ ബാഡടിച്ച് ഇറങ്ങി വന്നു. സാറ് ഒരു പരിപാടിയില്ല. പിന്നെ ഒരു ദിവസം മൂടുണ്ടെങ്കിൽ ചിലപ്പം അതിൻ്റെ അകത്ത് പോയി നോക്കുമല്ലോ. ബൈ.